ഹലോ, എൻ്റെ പേര് ആരതി എഡിസൺ. ഞാൻ ക്യാബിൻ ക്രൂ ആയിരുന്നു. കുറച്ച് നാളായിട്ട് ക്യാബിൻ ക്രൂ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുവാണ്. ആൻഡ് ഇപ്പോൾ ഞങ്ങൾ ഓറ എന്ന് വിളിക്കുന്ന ഒറേലിയയുടെ അമ്മ കൂടിയാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സൈമറിൽ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഓറ ബേബീനെ കൺസീവ് ആയി കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഈ ഒരു ലോസിന് ശേഷമുള്ളൊരു ഫിയർ ഉണ്ട്. കൺസീവ് ആയപ്പോഴും സന്തോഷമാണ്, പക്ഷേ സന്തോഷത്തിനേക്കാൾ അധികം നമുക്കൊരു ടെൻഷനായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ വിചാരിച്ച പോലെ തന്നെ ഓറ ബേബി ആ ഒരു കൺസെപ്ഷൻ ആയാലും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ആ ഫസ്റ്റ് സ്കാനിൽ തന്നെ ഡോക്ടർ നമ്മളോട് ഓപ്പണായിട്ട് സംസാരിച്ചിരുന്നു. ലൈക്ക് യൂട്രസിനകത്ത് ഫുള്ള് ഇൻറ്റേർണൽ ബ്ലീഡിങ് സ്റ്റെയിൻസ് ഒക്കെയാണ്. അപ്പോൾ ഒരു 3.5 months കംപ്ലീറ്റ് ബെഡ് റെസ്റ്റിലായിരുന്നു ഞാൻ. അപ്പോൾ ആ ഒരു ജേർണിയിൽ ഞാൻ എത്തിപ്പെട്ടത് ഡോക്ടർ ഷൈൻ്റെ അടുത്താണ്. ഡോക്ടർ ഷൈൻ്റെ സപ്പോർട്ട് ഈ ഒരു പ്രഗ്നൻസിയിൽ എടുത്ത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. She was like a best friend. She was like a second mom to me. I could share anything with her. Finally, to be very honest, നമ്മളിങ്ങനെ പറയുമല്ലോ ഒരു ഹെൽത്തി ബേബിക്ക് വേണ്ടിയിട്ടാണ് വിഷ് ചെയ്യണം എന്നുള്ളത്. ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു. എങ്കിൽ പോലും ഐ ആക്ച്വലി സീക്രറ്റ്ലി വിഷ് ഫോർ എ ബേബി ഗേൾ കേട്ടോ. സോ ഐ ലവ് ഡൂയിങ് മേക്കപ്പ് ആൻഡ് ഡൂയിങ് ഹെയർ ആൻഡ് ഓൾ ദോസ് തിങ്സ്. ഡെലിവറിക്ക് പേടിയുള്ളവരോടൊക്കെ ഞാൻ ആദ്യം പറയുന്നത് പേടിയാണോ സൈമറിലേക്ക് പോകുമെന്ന്, ബിക്കോസ് ദേ മേക്ക് us that comfortable. ഫൈനലി ഓറ ബേബിയുടെ ഒച്ച കേട്ടു ഞാൻ. ഒച്ച കേട്ട് കഴിഞ്ഞപ്പം ആക്ച്വലി എൻ്റെ അനസ്തേഷ്യ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ വെയിറ്റ് പറയല്ലേ ആദ്യം, ഡു യു വാണ്ട് എ ഗെസ് ഇഫ് ഇറ്റ്സ് എ ബേബി ഗേൾ ഓർ ബോയ്? ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പറഞ്ഞു ഇറ്റ്സ് എ ബേബി ഗേൾ. ആൻഡ് ആ ഓറ ബേബിയുടെ ഫേസ് കണ്ട ആ ഒരു മൊമെൻറ്റ് ഐ ഫെൽറ്റ് ഇറ്റ് വാസ് ഓൾ വർത്ത് ഇറ്റ്. എന്താ പറയുക, ആഫ്റ്റർ ബിക്കമിങ് എ മദർ ഐ ഫെൽറ്റ് ഇറ്റ്സ് ലൈക്ക് വെരി റിവാർഡിങ് ആൻഡ് എവറിത്തിങ് എൽസ് came to that moment and I felt like it was all worth it. So and now I am getting back on track actually. താങ്ക്ഫുൾ ഫോർ ദാറ്റ്. എൻ്റെ പേരൻസിൻ്റെയൊക്കെ സപ്പോർട്ട് ഒരുപാടുണ്ട് അതിന്. അമ്മയായി കഴിഞ്ഞതിന് ശേഷം ഐ വാസ് എ പേഴ്സൺ ഹു യൂസ് ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ലൈക്ക് ദ മീ ടൈം ആൻഡ് യു നോ സെൽഫ് കെയർ ആൻഡ് ഓൾ ദോസ് തിങ്സ്. ഓറ വിൽ ഡിസൈഡ് വാട്ട് ഐ ഷുഡ് ഡു ആൻഡ് ഐ ജസ്റ്റ് ഫോളോ ഹർ ടൈം ടേബിൾ. അതാണ് ഏറ്റവും വലിയൊരു ചേഞ്ച് എന്ന് പറയുന്നത്. ഞാനും ഹസ്ബൻഡും ഒരുപാട് ട്രാവൽ ചെയ്യായിരുന്നു. അപ്പം ട്രാവൽ ചെയ്യുമ്പം എന്തുടുക്കണം, എന്ത് കഴിക്കണം, ഏതൊക്കെ ഡെസ്റ്റിനേഷനിൽ പോകണം, ഇതൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ആഫ്റ്റർ ബിക്കമിങ് ഓറാസ് മമ്മ ഒരു സ്ഥലത്ത് പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഐ സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് വാട്ട് ടു ടേക്ക്, വാട്ട് ഷീ ഷുഡ് ഈറ്റ്, ഓറയ്ക്ക് എന്താ ക്യാരി ചെയ്യേണ്ടത്, എന്തൊക്കെ സാധനം ഓറയുടെ എടുത്ത് വെക്കേണ്ടത്. എൻ്റെ സാധനങ്ങൾ പലപ്പോഴും ഞാൻ മറന്നു പോകാറുണ്ട്, കാരണം ഓറയുടെ കാര്യങ്ങളായിരിക്കും ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഓൾസോ ബിഗ് ചേഞ്ച്. ഇപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ലൈക്ക് ഒരു 10 പ്രാവശ്യമെങ്കിലും വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്ത് ചോദിക്കും വാട്ട് ഷീ ഡൂയിങ്, ഉറങ്ങുവാണോ, എന്താ ചെയ്യുന്നത്, എന്ത് കഴിച്ചു എന്നുള്ളത്. ഒരു അമ്മയാകുക എന്ന് പറയുന്നത് ഒരു സില്ലി ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി അല്ല എന്നിപ്പം മനസ്സിലായി. സോ താങ്ക് യു ടു മൈ മോം, താങ്ക് യു ടു മൈ ഹസ്ബൻഡ്സ് മോം, എല്ലാ അമ്മമാർക്കും താങ്ക് യു.